കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള 2 കമന്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ 2 കമന്റ്സും ഒരുപാട് സ്ട്രൈക്കിംഗ് ആയിട്ടും ഒരുപാട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കമന്റിനെ പറ്റിയിട്ട് കൂടുതൽ എലാബറേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ പേര് വെച്ച് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കമന്റ്സിൽ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ആ ഐഡിയിൽ എനിക്ക് വന്ന മെസ്സേജ്, ചേച്ചി പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് ഡേറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. മിസ്സാവുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയത് നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു കിട്ടിയത്. പക്ഷെ എനിക്ക് പീരിയഡ്സിന്റെ സമയമൊക്കെ ആയിട്ടും പീരിയഡ്സ് ആകാതെയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ ചെയ്തത് ഇഞ്ചി വെള്ളം ധാരാളം കുടിച്ചു, അതുപോലെ പൈനാപ്പിൾ കഴിച്ചു എന്നൊക്കെ കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഐഡിയിൽ ഇതുപോലെ തന്നെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകളാണ് കേട്ടോ ചെയ്തത്. കൂടുതൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനും റെഗുലറൈസ് ചെയ്യാനും ഒരുപാട് എക്സസൈസിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ജിമ്മിൽ പോകുന്നവർക്ക് അവരുടെ ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. ഇങ്ങനെയുള്ള എക്സസൈസ് ആയിരുന്നു ചെയ്തത്. ഏറ്റവും ആദ്യത്തെ ഹോം റെമഡി ഫോളോ ചെയ്തപ്പോഴേക്കും രണ്ടാമത്തെ ആള് ചെയ്തത് എക്സസൈസ് ആണ്. പക്ഷെ ഇവർക്ക് 2 പേർക്കും പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ എക്സസൈസുകളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് നാളുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പീരിയഡ്സ് ഇവർക്ക് വന്നു. പീരിയഡ്സ് 2 പേർക്കും വന്നത് എക്സസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ഇവര് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അവർക്ക് ഫെയിന്റ് റിസൾട്ട് കിട്ടി. പക്ഷെ എക്സസ് ആയിട്ടുള്ള ഫ്ലോയും ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 2 പേർക്കും ആ ഒരു പ്രഗ്നൻസി നഷ്ടമായി പോയി. ഇവിടെ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ള രീതിക്ക് അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി, 2 പേര് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരു 100 പേരിൽ ഒരു 40 പേരെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എടുത്തു, ഇവർ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂറിൻ സാമ്പിൾ ഒഴിച്ചു കഴിയുമ്പോഴേക്കും ചിലർക്ക് അവരുടെ ലൈൻ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് റിസൾട്ട് 2 ലൈനും പലർക്കും കിട്ടും. കാരണം അവരുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ അളവ് ഒരുപാടുണ്ടെങ്കിൽ 2 പേർക്കും ഒരുമിച്ച് തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പക്ഷേ അങ്ങനെയല്ല എങ്കിൽ ആദ്യത്തെ ഒരു ലൈൻ വന്നിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടായിരിക്കും രണ്ടാമത്തെ ലൈൻ വരുന്നത്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടെന്ന് പറയുന്നത് ഒരുപാട് മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ ലേറ്റ് ആയിട്ടല്ല വരുന്നത്. ആ കാർഡിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടാകും. അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റിനകമായിരിക്കും നമുക്ക് ഈ ഒരു ലൈൻ വരുന്നത്. അങ്ങനെ വരുന്ന ലൈനിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് വരുന്ന ലൈനാണ് ഇവാപ്പറേഷൻ ലൈൻ, അല്ലെങ്കിൽ ആദ്യത്തെ വരയുടെ എഫക്റ്റ് കൊണ്ട് വരുന്ന ലൈൻ. അതിന് നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പലരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക്, നമ്മൾ ആദ്യം ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ പലരും ഫെഡപ്പായിട്ട് ആ കാർഡ് അവിടെ ഇട്ടിട്ട് അവർ പോവാറാണ് പതിവ്. കാരണം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പലർക്കും തന്നെ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് തവണ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നെഗറ്റീവായിട്ട് കിട്ടുന്നവരായിരിക്കും. അല്ലെങ്കിൽ PCOD പോലുള്ള പ്രശ്നങ്ങളോ പ്രീമെൻസ്ട്രൽ സിംറ്റംസോ ഉണ്ടാകുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു തവണ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കണ്ടാലും അവർ ചിന്തിക്കാൻ പോകുന്നത് അവർക്ക് വരാനായിട്ട് പോകുന്നത് പീരിയഡ്സ് ആണ് എന്നുള്ള കാര്യമാണ്. ഇവിടെ ആദ്യത്തെ മെത്തേഡ്സിൽ നമ്മൾ ആദ്യത്തെ കുട്ടി പറഞ്ഞ കാര്യത്തിൽ ആ കുട്ടി ഇഞ്ചി വെള്ളം ധാരാളം കുടിച്ചു. ഈ ഇഞ്ചി വെള്ളമൊക്കെ നമുക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് പൈനാപ്പിൾ കഴിക്കുക. പൈനാപ്പിൾ എന്ന് പറയുന്നത്, പൈനാപ്പിളിലെ കണ്ടൻസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നമുക്ക് ആ യൂട്രസിന്റെ മസിൽസ്, എൻഡോമെട്രിയൽ ആ ഒരു മസിൽസ് ഒക്കെ ഒന്ന് ഷെഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടും പീരിയഡ്സ് നമുക്ക് വേഗം തന്നെ വരുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. രണ്ടാമത്തെ ആള് ചെയ്തത് എക്സസൈസ് ആണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകൾ ഒരുപാടുണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമന് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള എക്സസൈസുകൾ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതും ഒരുപാട് പേര് ഫെഡപ്പായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി, അപ്പോൾ എത്രയും പെട്ടെന്ന് പീരിയഡ്സ് വേണം, അടുത്തൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആകാംക്ഷയോട് കൂടിയിട്ടും അതുപോലെ ഒരുപാട് ഉത്സാഹത്തോട് കൂടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുമ്പോഴേക്കും അതും നമ്മളിൽ എളുപ്പത്തിൽ പീരിയഡ്സ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഏറ്റവും ആദ്യത്തേത്, ഏത് കാർഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കാർഡിന് തൊട്ട് പുറകിലായിട്ട് ഡിറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതനുസരിച്ച് എത്ര ഡ്രോപ്സ് യൂറിൻ ഇടണമെന്നും എത്ര നേരം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നും കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓരോ കാർഡിന്റെയും ആക്യുറസി ഡിഫറെന്റ്
ഡിഫറെൻ്റ് ആണ്. ചില കാർഡുകളിൽ 5 മിനിറ്റിനുള്ളിൽ ലൈൻ വരുമെങ്കിൽ ചില കാർഡുകാർ 3 മിനിറ്റ് ആയിരിക്കും ടൈം പറയുന്നത്. ചിലവർ 3 ഡ്രോപ്സ് യൂറിൻ ആണെങ്കിൽ ചിലവർ 4 ഡ്രോപ്സോ അല്ലെങ്കിൽ 2 ഡ്രോപ്സോ യൂറിനൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഏത് കാർഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കാർഡ് അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും അതിന്റെ പുറകിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ പറഞ്ഞിട്ടുള്ള അത്രയും ടൈം വരെയെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ നിങ്ങൾ വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഒരുപാട് നേരം കഴിഞ്ഞാലേ നമുക്ക് ഇവാപ്പറേഷൻ ലൈന് കിട്ടുകയുള്ളൂ. അതായത് ആദ്യത്തെ വരയുടെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ വര കിട്ടുകയുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ലിസൺ ചെയ്യുക. നമ്മൾ നമ്മുടെ ബോഡിയെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപാട് സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മുടെ ബോഡി തന്നെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. റെഗുലർ ആയിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള ഒരാൾക്ക്, ഇപ്പോൾ ബ്രസ്റ്റ് പെയിൻ ഉള്ള ഒരാൾക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചിലപ്പോൾ ബ്രസ്റ്റ് പെയിൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഓവുലേഷൻ കഴിയുന്ന സമയത്താണെങ്കിലും ഓവുലേഷൻ സമയത്താണെങ്കിലും എന്താണോ നിങ്ങളുടെ ബോഡി നിങ്ങളായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ കാര്യം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടെങ്കിലോ PCOD ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഹോർമോണൽ അബ്നോർമാലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ ശരീരത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കണം. ആ ലക്ഷണം കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപയോ 55 രൂപയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യണം. ഒരുപാട് പേര് 55 രൂപ മുടക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു ഹോപ്പ് കൈവിടാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് പേര് ഇപ്പൊ കമന്റിൽ പറയുന്നുണ്ട്, ചേച്ചി ബ്ലീച്ച് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവ് കിട്ടി, പക്ഷേ കാർഡിൽ നോക്കിയപ്പോൾ നെഗറ്റീവ് കിട്ടുന്നു, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് വെച്ച് നോക്കുന്നു, അല്ലെങ്കിൽ ഉപ്പ് വെച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഇതൊന്നും ആക്യുറേറ്റ് റിസൾട്ട് നമുക്ക് തരില്ല. ചിലവർക്ക് ലക്ലി ആ ഒരു പോസിറ്റീവ് ആയിരിക്കും, കാർഡിൽ ആ ബ്ലീച്ച് വെച്ച് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടാകും. അത് ചിലപ്പോൾ നമ്മുടെ യൂറിനിൽ ആ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നത് കേട്ടോ. അതിലൊരിക്കലും നമുക്ക് ആക്യുറേറ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. കാർഡ് നല്ലൊരു കാർഡ് തന്നെ മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർഡിന്റെ എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ നിങ്ങൾ എത്ര നാള് കാർഡ് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടിയാണ്. സാധാരണയായിട്ട് നിങ്ങളിപ്പോൾ ഒരു മാസത്തെ ആ ഒരു തലേ ദിവസം മേടിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ റൂമിൽ വെച്ചാൽ മതിയായിരിക്കും. എന്നാൽ നിങ്ങൾ തലേ ദിവസം മേടിച്ചു വന്നിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നുണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് മതിയായിരിക്കുമല്ലോ ടെസ്റ്റ് കിറ്റ്. അപ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്തല്ല വെക്കേണ്ടത്, സാധാ താഴെയുള്ള ഫ്രിഡ്ജിലാണ് നിങ്ങൾ വെക്കേണ്ടത്. നോർമൽ ആയിട്ടുള്ള ഒരു കൂളിങ്ങിലാണ് നിങ്ങളത് വെക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ആക്യുറസി ചിലപ്പോൾ ആ കാർഡിന് ഉണ്ടാകുന്നത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട്, അതായത് പ്രഗ്നൻസി ടെസ്റ്റ് പ്രോപ്പർ ടൈമിങ്ങിൽ നിങ്ങൾ ചെയ്യുക. 99% വരെ ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ തരുന്നത്. ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് വീട്ടിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, HCG വാല്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അതേ സെയിം ഡോക്ടർ തന്നെ കാണാൻ പോയപ്പോഴേക്കും അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ യൂറിൻ പോലും അവിടെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ സ്റ്റാഫ് നേഴ്സിനോട് ചോദിച്ചു, എന്താ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഡോക്ടർ സ്കാനിങ്ങിന് വരാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്കാനിങ്ങിന് വരുന്നതിന് മുൻപ് പ്രഗ്നൻസി അവർക്കൊന്നും ഉറപ്പിക്കണമല്ലോ, പക്ഷെ അവർ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. കാരണം ആ ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾ ചെയ്തത് 99% വരെ ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, ഡയറക്റ്റ് സ്കാനിങ്ങിന് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ് വരെ 99% റിസൾട്ട് കിട്ടും എന്ന് ഇതിനെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാകും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ആകാംക്ഷ മൂത്ത് നമ്മൾ ഒരുപാട് നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും, നെഗറ്റീവ് കിട്ടും, പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവർ രണ്ടുപേരും ഈ ഒരു കേസിൽ അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിംഗ് നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഫെയിൻഡ് ലൈൻ കിട്ടുകയും ചെയ്തു. അവർക്കുണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാട് അധികമായിരിക്കും. അവർ എന്നോട് ഒരുപാട് പേര് അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ചോദിച്ചു, ചേച്ചി ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ തന്നെ ഇല്ലാതാക്കിയ പോലെ ആയിരിക്കുമല്ലേ എന്നുള്ളത്. ശരിക്കും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കിയ പോലെ അല്ല അത്. കാരണം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് ഒരു സാഹചര്യം വന്നാലും നഷ്ടമായി പോകാത്ത പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഇഞ്ചി വെള്ളം കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പൈനാപ്പിൾ കഴിച്ചുകൊണ്ടോ അത് നഷ്ടമായില്ല. പക്ഷേ
എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റെസ്റ്റ് ഇല്ലാതെ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടമായി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.